നമ്മളുടെ യുവതലമുറ അടിസ്ഥാന വിദ്യാഭ്യാസമായ +2 കഴിയുമ്പോഴേക്ക് അവൻ ഏത് വിഷയത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ 18 വയസ്സ് തികയുമല്ലോ. അപ്പോഴേക്ക് നിശ്ചയമായിട്ട് അവൻ്റെ ടാലൻ്റ് ഏത് വഴിക്കാണ്, എന്തിനാണെന്ന് അറിഞ്ഞിരിക്കണം. വരുമാനം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതാണ് ആദ്യം ആ വിഷയമാണ് ചിന്തിക്കേണ്ടത്. ഒരു വരുമാനമില്ലാതെ ഒന്നും സാധ്യമല്ല. ഒരു ജോലി കിട്ടുക എന്നത് ഇക്കാലത്ത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വന്തമായ ബിസിനസ് രംഗത്തേക്ക് താല്പര്യമുള്ള ചിലരുണ്ട്. അവരത് അറിയണം, ബിസിനസ്സിൽ താല്പര്യമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. വീട്ടുകാരും അക്കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ടെക്നിക്കലായ നല്ല വാസനയുള്ള ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആരും മെക്കാനിക്കൽ സൈഡിൽ അല്പം ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അവരെ സ്റ്റീരിയോ സെറ്റുകൾ, മൊബൈൽ ഫോൺ, അതുമായിട്ട് ബന്ധപ്പെട്ട നോളജ് സമ്പാദിച്ചിരിക്കണം. 18 വയസ്സ് കഴിഞ്ഞ് ഒരു കൊല്ലം അതിനുവേണ്ടി സ്വന്തം വരുമാനത്തിന് വേണ്ടിയുള്ള ഒരു പഠനം നിശ്ചയമായിട്ടും ഒരു കൊല്ലമെങ്കിലും ചെയ്യണം. അത് കഴിഞ്ഞ ഡിഗ്രി നിർബന്ധമാണ്. ഇനി ഡോക്ടറോ എഞ്ചിനീയറോ ആവണമെങ്കിൽ ആ വഴിക്ക് പോവാം. അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള കഴിവും ഉള്ള ആൾക്കാർ. ഇല്ലാത്തവരെ സാമ്പത്തിക ഭദ്രത നിശ്ചയമാണ്, അത് നിർബന്ധമാണ്. അതിനു വേണ്ടിയിട്ട് ഈ മൊബൈൽ, സ്റ്റീരിയോ ഇവയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടത്താം. ഇല്ലെങ്കിൽ അവ സർവീസിങ് സെൻ്റർ തുടങ്ങാം. ഇതിനൊക്കെ നല്ല ഡിമാൻഡായിപ്പോൾ. പിന്നെ തിയേറ്ററുകളിലും മറ്റുമൊക്കെയുള്ള സ്റ്റീരിയോ സെറ്റുകളുണ്ട്. നല്ല പഠിത്തം വേണം. നന്നായിട്ട് അറിയാവുന്ന കാര്യത്തിലേ ഇറങ്ങി പുറപ്പെടാവുള്ളൂ. ബിസിനസ് ഏതുമാകാം. ഒരു 500 രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങി വികസിച്ച ഒരാളെ എനിക്കറിയാം. ഇപ്പോൾ പുള്ളിക്ക് 40 വയസ്സേ ഉള്ളൂ. എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകന് SSLC കഴിഞ്ഞ ഉടനെ പുള്ളിക്ക് ഇതിനോടുള്ള താല്പര്യം കൊണ്ടും അല്പം സാഹചര്യക്കുറവുകൊണ്ട് മുന്നോട്ട് പോകാനും കൊണ്ടുകൂടായിരിക്കണം. ഒരു 500 രൂപ കൊണ്ടൊരു പപ്പട കമ്പനി പോയി 500 രൂപയുടെ പപ്പടം വാങ്ങി. രാവിലെ 9 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സഞ്ചിക്കകത്ത് ഇത്രയിട്ടുകൊണ്ട് ചില വീടുകളിലൊക്കെ കയറി, ഞാനിപ്പോൾ പപ്പടം കച്ചവടം തുടങ്ങിയിരിക്കുക, അതിൻ്റെ ഏജൻസി എടുത്തിരിക്കുക, ഞാൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക, അത് തുടങ്ങിയിരിക്കുക ഇന്ന് മുതൽ. അത് സാറിന് വേണോ ആ പപ്പടം? ആ കാണട്ടെ, ഓക്കെ, കൊടുത്തു. അങ്ങനെ ഒരു 4 വീട്ടിൽ കയറിയപ്പോഴേക്കും 1 മണിക്കൂറിനുള്ളിൽ ഈ 500 രൂപയുടെ പപ്പടവും തീർന്നു. പിറ്റേ ദിവസം കുറെ കൂടെ കൂടുതലെടുത്തു. അതിൽ ലാഭങ്ങളുണ്ടല്ലോ, കുറെ കൂടെ കൂടുതലെടുത്തു. അതും പോയി 1 മണിക്കൂറിനുള്ളിൽ. അടുത്ത ഒരാഴ്ച ആകുമ്പോഴേക്കും നല്ല വരുമാനമായി. ഒരു 3-4 ദിവസത്തേക്കുള്ള പപ്പടം ഒന്നിച്ചിട്ടുകൊണ്ട് ഒന്ന് വിറ്റു തുടങ്ങി. അതും പെട്ടെന്ന് വിറ്റു, ലാഭം കൂടുതൽ വന്നു. അതിനുശേഷം കുറച്ച് ഉഴുന്നുവട തനിയെ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് 50 ഉഴുന്നുവട കൊണ്ടു നടന്നു. അത് പെട്ടെന്ന് തീർന്നു. ആൾക്കാർക്ക് കൊടുക്കാൻ തികഞ്ഞില്ല. അത് വർദ്ധിപ്പിച്ച് 150 പേരെ ഉണ്ടാക്കുന്ന പോലെ ആക്കി. അതിൽ കൂടുതൽ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് വീട്ടിലല്ലേ ചെയ്യുന്നതല്ലേ. ഇല്ല, ഏതാണ്ട് 6 മാസമായപ്പോൾ ഒരു വണ്ടി 2 വീലർ എടുത്തു. അതേലായി. അപ്പം കൂടുതൽ വിപുലമായ അല്പം കൂടി വിപുലപ്പെടുത്തി 1 കൊല്ലം കഴിയുമ്പം വീടൊക്കെ ഒന്ന് പുതുക്കി പണിത് വീട്ടിലേക്ക് ഒരു 30 മീറ്ററുണ്ട് മറ്റേയാളുടെ സ്ഥലമാണ്. അത് വിലയ്ക്ക് വാങ്ങിച്ച് അതിൻ്റെ ആ റോഡിലുള്ള 1.25 സെൻറ്റ്. നല്ല വികസനം. ഇപ്പോഴാ പയ്യൻ വളരെ മിടുക്കനായിട്ട് ഇതേ രീതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അധികം താമസിക്കാതെ ഒരു മുറിയെടുത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതുപോലും ബിസിനസ്സാണ്. എങ്ങനെ 500 രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങി വികസിച്ച ആളിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഏത് രീതിയിലും സാമ്പത്തിക ഭദ്രത ആദ്യം നോക്കണം. അത് വീട്ടുകാരുടെ ചുമതലയാണെന്ന് ധരിക്കരുത്. അവനോൻ്റെ കഴിവ് അവനോനറിഞ്ഞ് അതിനാ രംഗത്തേക്ക് +2 കഴിഞ്ഞ ഉടൻ നീങ്ങണം. നിശ്ചയമായിട്ടും നീങ്ങണം. സമ്പത്ത് കയ്യിൽ വരണം, നല്ലപോലെ വരണം. അത് കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. ചെറിയ തുക കൊണ്ട് തുടങ്ങുന്നതാണ് നല്ലത്. വലിയ തുക കൊണ്ട് തുടങ്ങിയാൽ നല്ല ആ വിഷയത്തെക്കുറിച്ച് അധികം പഠിച്ചിട്ട് വേണം. ഇല്ലെങ്കിൽ അതൊരു അപകടമാവാം.
അത് സൂക്ഷിക്കേണ്ട കേസാണ്. ബിസിനസ് വളരെ സൂക്ഷിക്കേണ്ട കേസാണ്. ഒത്തിരി ഘടകങ്ങളുള്ളതിൽ ഏതെങ്കിലും ആത്മാർത്ഥതയുള്ള പരിചയമുള്ള കടയിൽ അവരുമായിട്ട് ആലോചിക്കുക. 1 അല്ല 9 കടകൾ ആലോചിച്ച് അവരുമായിട്ട് അവരിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി ശേഖരിച്ചിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് ചെറിയ ബിസിനസ് പോലും ലാഭമാണ്. കൊച്ചു ബിസിനസ് പോലും ബിസിനസ് ആ പാരമ്പര്യമില്ലെന്ന് പറയണ്ട, പാരമ്പര്യം തന്നെ വന്നോളൂ. അതുറപ്പാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകൾ ധാരാളമുണ്ട്. അതായി പറയുന്നത് വരുമാനത്തിൽ ഒരു കുറവും വരാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് സമ്പാദിക്കും. +2 കഴിഞ്ഞ ഉടൻ ബിസിനസ് തൊഴിലെന്തെങ്കിലും മാന്യമായ തൊഴിൽ, അന്തസ്സായ തൊഴിൽ എന്തെല്ലാം കിടക്കുന്നു. എന്തായാലും നമ്മൾക്ക് മുന്നോട്ട് പഠിച്ച് ഒത്തിരി കൊല്ലം കഴിഞ്ഞ് ഒരു ജോലി കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നത് വിഡിത്തമാണ്. തൊഴിൽ പഠിക്കുന്നത് എപ്പോഴും ടീനേജിലായിരിക്കണം. മുഴുവൻ പഠിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു പകുതിയിലധികം ആ രംഗത്ത് മുന്നേറിയിരിക്കണം. ടീനേജിൽ 20 വയസ്സ് തികയുന്നതിന് മുമ്പ് തൊഴിൽ നന്നായിട്ട് ഒന്ന് കൈവശം വന്നാൽ ആ തൊഴിലിൽ ശോഭിക്കാത്ത മനുഷ്യനില്ല. ഇൻട്രസ്റ്റ് ഉള്ള തൊഴിലായിരിക്കണം. ആരെങ്കിലും പറഞ്ഞ് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കരുത്. അത് കേൾക്കണം, മനസ്സിലാക്കണം. നമ്മളുടെ ഇഷ്ടം ഏതാണെന്ന് അറിയണം. ആലോചിച്ച് വേണം ചെയ്യാൻ. ടീനേജ് കഴിയുന്നതിന് മുമ്പ് തന്നെ തൊഴിൽ എന്തെങ്കിലും പഠിച്ചാലേ ആ തൊഴിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. ബിസിനസ്സുകാരുണ്ട്, കൊച്ചു പിള്ളേർ പോലുമുണ്ട്. അവർ ചെറുപ്പത്തിലെ അവരെ തന്തയോ മറ്റോ നടത്തുന്ന കാരണവരൊക്കെ നടന്ന സ്ഥാപനത്തിൽ പോയി നിൽക്കും. അവരുടെ താല്പര്യം കൊണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ആ വളർന്നു വരുന്ന ആ ടാലൻറ്റ് പ്രയോജനപ്പെടുത്തും. അങ്ങനെ പല കേസ് എനിക്കറിയാം, ഒത്തിരി കേസ് അറിയാം. ടാലൻറ്റ് തനിയെ വളരുന്നതാണ്. അതൊക്കെ ഉണ്ടാവും ഏത് മനുഷ്യനും. ഓക്കെ. സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രം മറക്കല്ലേ. ഓക്കെ.